പ്രൈസ് ദ ലോർഡ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, വചന നേരം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വചന നേരം എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മക്കളുടെ ഭാവി, ജോലി തടസ്സം, വിവാഹ തടസ്സം എല്ലാം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ശ്രീ അറിയ 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 ശന്തലക പലക പലക ഈര 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 ഈര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ച് പാട്ടുപാടി 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 പ്രാർത്ഥിച്ചുകൊണ്ട് വചന വിരുന്നിൻ്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് പാട്ടുപാടി ആരാധിക്കാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ 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 കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലനു. സ്തുതിക്കുന്നു യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹരി ഹരി ശന്തല കവല കവല ഈര ഈര ഈര. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. പ്ലീസ് ബി സീറ്റഡ്. പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ വചനം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കണമേ. നമുക്കൊന്ന് ചേർന്ന് വലതുകരം ഉയർത്തി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവി ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിരിക്കാം. പ്ലീസ് ബി സീറ്റഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ തമ്പുരാൻ്റെ വചനം ശ്രവിക്കാൻ അനുവദിച്ച തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിന്, അവിടുത്തെ വലിയ കാരുണ്യത്തിന് നന്ദി പറയുകയാണ്. പ്രാർത്ഥനയോടെ അച്ഛൻ ഇന്നത്തെ വചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചന നേരം എന്ന ആത്മീയ ശുശ്രൂഷയുടെ വചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഈശോയിൽ ഏറെ സ്നേഹനിറഞ്ഞ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എൻ്റെ വാത്സല്യം നിറഞ്ഞ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈശോയുടെ സമ്മാനങ്ങളായ കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ വചനത്തിലൂടെ ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ ദൈവവചനത്തിലൂടെ ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ വചന വിചിന്തനം നടത്തുന്നത് ഇന്ന് നമ്മൾ വചന വിചിന്തനം നടത്തുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വചന വിചിന്തനം നടത്തുന്ന വിശുദ്ധ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വചന വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. പ്രാർത്ഥനയോടെ ആദ്യം നമുക്ക് ആ വചനഭാഗം ഒന്ന് കേൾക്കാം. പിന്നീട് ആ വചനഭാഗത്തെപ്പറ്റി ആഴത്തിൽ ധ്യാനിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇനി നമുക്ക് പ്രാർത്ഥനയോടെ പറഞ്ഞു കേൾക്കാം.
8:1-3 അധ്യായം 8 വാക്യങ്ങൾ 1 മുതൽ 3 വരെ. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണ് വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറിയവന് ശുദ്ധി വന്നു. അവനവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് കൊടുക്കുക. എന്നാൽ അവൻ പോയി വചനം താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പ്രഘോഷിക്കാനും യേശുവിനെ പറ്റി നാട് മുഴുവൻ പ്രസിദ്ധമാക്കാനും തുടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ് ഇത് നമ്മൾ വിചിന്തനത്തിനായിട്ട് ധ്യാന വിഷയമായിട്ട് എടുത്തത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ കണ്ട കാര്യം എന്താണ്? കുഷ്ഠരോഗിയെ ഈശോ എന്നാന്നും പറഞ്ഞ താക്കീത് ചെയ്ത് പറഞ്ഞയച്ചത്, നീ ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുവൻ. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുവിൻ. എന്നാൽ അവൻ വചനം, കർത്താവിൻ്റെ തിരുവചനം നാട് മുഴുവൻ പോയി പ്രസിദ്ധമാക്കി പറയുന്നത്. അവൻ വചനം നാട് മുഴുവൻ പോയി പ്രസിദ്ധമാക്കി എന്ന് പറയുന്നത്. അവൻ്റെ വചനം നാട് മുഴുവൻ പോയി പ്രസിദ്ധമാക്കി കുഷ്ഠം സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുഷ്ഠരോഗിയെ പോലെ ഈശോയുടെ കാര്യം, നമ്മൾ ഈശോയെ പറ്റി ആയിരങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കണം. ആയിരങ്ങളോട് പറയാനായിട്ട് ഈശോയെ പറ്റി ആയിരങ്ങളോട് പറയണം. ഈശോയെ അറിയാത്ത, ഈശോയെ മനസ്സിലാകാത്ത, ഈശോയുടെ വചനങ്ങൾ കൃത്യസ്ഥമാക്കാൻ കഴിയാത്ത എത്ര അധികം മക്കളുണ്ട് നമ്മുടെ ഈ കേരളത്തില്. അവരുടെ അടുത്തെല്ലാം പോയി സത്യമായ ദൈവമായ കർത്താവായ ഈശോയെ പറ്റി ഈ കുഷ്ഠരോഗി പറഞ്ഞതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ അന്ധൻ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പോയി അവന്റെ കീർത്തി നാടെങ്ങും പരത്തിയെന്ന വചനം പറയുക. മത്തായിയുടെ സുവിശേഷത്തിൽ വേറെ ഒരു അന്ധന് കാഴ്ച നൽകി. അന്ധന് കാഴ്ച നൽകി കഴിഞ്ഞപ്പോൾ ആ അന്ധൻ പോയി നാട് മുഴുവൻ ഈശോയുടെ കീർത്തി പരത്തി എന്ന് പറയുക. അന്ധനെയും ഇങ്ങനെ താക്കീത് ചെയ്ത്
പറഞ്ഞയച്ചു, നീ ഇതാരോടും പറയരുത്. പക്ഷെ അന്ധൻ അടങ്ങിയിരുന്നില്ല. കണ്ണിന് കാഴ്ച കിട്ടി ആ മനുഷ്യൻ അടങ്ങിയിരുന്നില്ല. പോയി അവന്റെ കീർത്തി നാടകം പരത്തി. ഇതുപോലെ തന്നെയാണ് ഈശോയുടെ കീർത്തി നാടകം പരത്തി. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വായിച്ച കേട്ട മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ നമ്മുടെ കുഷ്ഠരോഗി ചെയ്തു വെച്ചത്. ഈശോയുടെ കീർത്തി അവൻ പോയി നാടെങ്ങും പോയി പരത്തി. ഈശോയെ അറിയാത്ത, ഈശോയെ മനസ്സിലാക്കാത്ത അനേകം മക്കളുണ്ട് ഈ ലോകത്ത്. ആ മക്കൾക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആ മക്കൾക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സത്യമായ വചനത്തെ, നിത്യമായ വചനത്തെ ആ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. പ്രിയമുള്ളവര്, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനാകുന്നത്, ഒരു ക്രിസ്തു ശിഷ്യയാകുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, നിന്റെ കീർത്തി നാടെങ്ങും പരത്തി, നിന്റെ വചനം ആയിരങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ള കൃപ തരണേ കർത്താവേ. ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് നീട്ടി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുഷ്ഠരോഗി ചെയ്തതുപോലെ, അന്ധൻ ചെയ്തതുപോലെ, കണ്ണിന് കാഴ്ച കിട്ടിയ ആ മനുഷ്യൻ ചെയ്തതുപോലെ നിന്റെ കീർത്തി നാടകം പരത്തി, നിന്റെ വചനം പ്രഘോഷിക്കാൻ ശക്തി തരണേ നാഥ, കൃപ തരണേ നാഥ, അഭിഷേകം തരണേ നാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയ സന്തലക ബലക ബലക ഈര 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 ഈര. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല വിശുദ്ധരെ, മാലാഖമാരെ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഏവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ആരാധന ശുശ്രൂഷ ഒന്നുമില്ലാത്ത ഒരു ചെറിയ ഭജന നേരം ശുശ്രൂഷയാണിത്. ഇപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി ഒന്ന് പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ കർത്താവ് ഈശോ മിശിഹായുടെ ആഴ്ചക്ക് മാത്രം സ്വീകരിക്കും. പിന്നെ നമ്മൾ ഈ ശുശ്രൂഷ വൈൻഡപ്പ് ചെയ്യും, അവസാനിപ്പിക്കും. അമ്മേ മാതാവേ, അങ്ങേ പുത്രൻ്റെ കീർത്തി നാടെങ്ങും പരത്തി, അങ്ങേ പുത്രൻ്റെ വചനം നാടെങ്ങും പ്രഘോഷിക്കണം. ഞങ്ങൾക്ക് ശക്തി തരണമേ, കരുത്ത് തരണമേ, പരിശുദ്ധ ജപമാലയിൽ നിന്നൊരു അഭിഷേകം തരണമേ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ വ്യക്തിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻചിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീഴ്ചയുള്ളമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്ക് ശിരസ് നമിച്ച് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. ഇവിടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ, ദൈവം വഴി നടത്തട്ടെ. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്നതും മാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ സർവശക്തനും അറിയുവാനും ദയാലുവുമായ നല്ല ദൈവം വേണ്ടിയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.